ഹായ് ഹലോ നമസ്കാരം. എൻ്റെ പേര് ഋതു, തൊടുപുഴക്കാരെയാണ്. ഞാൻ ഇന്നോട് പറയുമ്പോൾ എൻ്റെ വീട്ടിലെ 2 VIP-കളെ കുറിച്ചാണ്. ഒന്ന് പട്ടിസാറും ഒന്ന് പൂച്ചസാറും. ഞാൻ പണ്ട് സ്കൂളിലോട്ട് വരുന്ന വഴിക്ക് പെട്ടെന്നൊരു ശബ്ദം. നിങ്ങൾ ആരെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ? നോക്കിയപ്പോണ്ടല്ലോ ഒരു കുഞ്ഞി പൂച്ചക്കുഞ്ഞ്. ഞാൻ അതിനെയും ചൂണ്ടി വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് ചെന്ന വഴിക്ക് വേണ്ട മുറ്റത്ത് നിൽക്കുന്നു വീട്ടിലെ പോരാളി. അപ്പൊ അമ്മ പറയാ, ഇതിനൊന്നും ഇവിടെ വേണ്ട, ഇവിടെ ഞാൻ ഇതിനെ കയറ്റത്തില്ല, എവിടെ നിന്നോണം കിട്ടി അങ്ങോട്ട് കൊണ്ട് കളഞ്ഞേക്കാൻ പറഞ്ഞു. ഇത് കണ്ട കൂട്ടിലെ കൈസർ. ഇതേതാ യുദ്ധഭൂമിയിൽ പുതിയൊരു ബടൻ എന്നാ മറ്റുള്ളൊരു നോട്ടോ. അമ്മ പയ്യെ വന്ന് ചെമ്പരത്തിയുടെ അടുത്ത് കമ്പ് ഓടിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പയ്യെ പൂച്ചക്കുഞ്ഞ് നിലത്ത് വെച്ചിട്ട് ഞാൻ പയ്യെ പുറകോട്ട് ഓടി, പൂച്ച കയറി അകത്തേക്ക് ഓടി. പിന്നെ ഏതാണ്ടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോ ഞാൻ കേൾക്കുന്നത്, ചച്ചടൂ അമ്മയുടെ മുത്തേ. ഞാനിത് കേട്ട് ഇതെന്താ പതിവില്ലാതെ അമ്മയ്ക്കൊരു സ്നേഹം. എന്താ അമ്മേ എന്നെ വിളിച്ചോ? ആര് നിന്നെ ആരെ വിളിച്ചത്? ഞാൻ എന്റെ കുഞ്ഞിനെയാണ് വിളിച്ചത്. അപ്പൻ ഇന്നലെ വന്ന പൂച്ച അമ്മയുടെ മടിയിൽ എനിക്കുള്ള പാലം കുടിച്ചിട്ടിരിക്കുന്നു. പുതിയ അന്ത്യവാസിയുടെ വരവോടുകൂടി വീട്ടിലെ പട്ടിസാറിന് തീരെ അങ്ങ് പിടിച്ചില്ല. നല്ല നാടൻ പൂച്ച, നാടായി നാട് മുഴുവൻ ഞാൻ കറങ്ങാൻ ഇറങ്ങും. എന്നെയൊക്കെ വഴി വെച്ച് കണ്ടാണ്ടല്ലോ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കത്തില്ല. വാലും പൊക്കി പിടിച്ച് ക്യാറ്റ് വാക്കിന് പോകുന്ന പോലെ ആറ്റിറ്റ്യൂഡ് ഇട്ടൊരു പോക്കാണ് പുള്ളിക്കാരി. അതൊക്കെ നമ്മുടെ കൈസർ സാറ്. ഞാനൊക്കെ വരുന്നത് നോക്കി എനിക്ക് കാണത്തില്ലായിരിക്കില്ലേ, പാലാട്ടിലാണ് പുള്ളിക്കാരൻ. നന്ദിയാണ് രമേശ് ചേട്ടാ മെയിൻ. പിന്നെ ഈ പൂച്ചസാറിനും പട്ടിസാറിനും ചില പ്രത്യേകതരം മെയിൻ ഹോബികളുണ്ടേ. അപ്പൊ നമുക്ക് പൂച്ചസാറിന്റെ മെയിൻ ഹോബികൾ, പുള്ളിക്കാരുടെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? മുറ്റത്ത് ഗോതമ്പോ അരിയോ ഉണങ്ങാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് പുറത്ത് കയറി കിടന്നുറങ്ങുക, എന്നിട്ട് അത് വരുത്തുക, എന്നിട്ട് അടുത്ത വീട്ടിൽ പോയി മീൻ കക്കുക, എന്നിട്ട് ആ വീട്ടിലെ മുതലാളിയുടെ ബൈക്ക് സീറ്റ് അങ്ങ് മാന്തി പറിക്കുക. അത് മാത്രമല്ല ഒരു ഉപദ്രവം ഉണ്ടാക്കാത്ത ഓന്ത്, പക്ഷി ഇങ്ങനെ തുടങ്ങിയ സാധനങ്ങളെ തട്ടിക്കളിക്കുക, കൊന്നുകൊണ്ടുവന്ന് തിന്നയിലിടുക. അത് മാത്രമല്ല വിഷമുള്ള പാമ്പിനെ വരെ കട്ടിലടി കൊണ്ടുവിടാണ് നമ്മൾ അറിയുന്നത്. പട്ടിസാറും അത്ര മോശമൊന്നും അല്ല കേട്ടോ. മുറ്റം നീളെ അങ്ങ് കുഴി ഉണ്ടാക്കുക, എന്നിട്ട് ആ കുഴി കയറി കിടക്കുക. ഈ കുഴി പറമ്പിലുണ്ടാക്കുമായിരുന്നു, വല്ല വാഴയും നട്ടു വെക്കായിരുന്നു. പിന്നെ ചെരുപ്പ് പുള്ളിയുടെ കൈ കിട്ടിയ പിന്നെ ഉണ്ടല്ലോ നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ മുറ്റത്ത് നോക്കുമായിരുന്നേ. നോക്കിയപ്പോ പരിചയമില്ലാത്തൊരു ജോഡി ചെരുപ്പ്. കൈസർ നോക്കിയപ്പോ ആ ഇരിപ്പ് കണ്ടപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. പുള്ളി ഡീസന്റ് ആണേ. മാധവൻ കട്ടതൊന്നും ഈ ചേക്കിന്ന് പറഞ്ഞ് വിട്ടുപോകില്ലെന്ന് പറഞ്ഞാലേ അടുത്ത വീട്ടിലെ ചെരുപ്പ് ഇവിടെയും കാണും, ഇവിടുത്തെ ചെരുപ്പ് അല്ല അടുത്ത പറമ്പിലോ അല്ലെങ്കിൽ അയൽവക്കത്തെ വീട്ടിലോ കാണും. അങ്ങനെ ഇരിക്കെ ഞാനിവിടെ കൺസെപ്റ്റിന്റെ ടൈമിൽ ഗ്രൂമിങ്ങിന് വന്നു. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ഗ്രൂമേഴ്സ് പറഞ്ഞു, രമേശ് ചേട്ടാ മോഡുലേഷൻ പോരാ. അതൊക്കെ എന്റെ വീട്ടിൽ കുറിഞ്ഞെ കണ്ടു പഠിക്കണം. കുറിഞ്ഞ് കരയുന്നുണ്ടല്ലോ ഓരോരോ മോഡുലേഷനാ. ഇപ്പൊ പുള്ളിക്കാരി ദേഷ്യമാണെങ്കിൽ പുള്ളിക്കാരി പാലിന് വേണ്ടി വരുവാണെങ്കിലേ ഈ മോഡുലേഷനാണ് പുള്ളിക്കാരിക്ക്. അങ്ങനെ ഇരിക്കെ എനിക്ക് വലിയൊരു മോഹം ഒരു പേർഷ്യൻ ക്യാറ്റിനെ മേടിക്കാനായിട്ട്. ഞാൻ പേർഷ്യൻ ക്യാറ്റിനെ മേടിച്ചു, വീട്ടിൽ കൊണ്ടുവന്നു. ക്യൂട്ട്നെസ് കുറച്ച് കൂടുതലായോണ്ട് അമ്മ 2 കൈ നീട്ടി പുള്ളിക്കാരെ സ്വീകരിച്ചു. പിറ്റേ ദിവസം മുതലേ സന്ദർശകരായി. ഇതേതാ ഫോറിൻ മദാം എന്ന ലുക്കിലെ നാട്ടിലെ പ്രധാനികളായ കണ്ടംപൂച്ച വരെ മുന്നിൽ ക്യൂ ആയി. ഞാൻ ആദ്യമായിട്ട് ക്യൂ ആണെന്നതേ നമ്മുടെ ബിവറേജിന് മുന്നില്ല. പിന്നെ കണ്ടംപൂച്ചകൾക്കിടയിൽ സംസാര വിഷയമായി, ഈ പേർഷ്യക്കാരെ വളയ്ക്കാൻ ഏത് ഭാഷ പഠിക്കേണ്ടി വരും? സ്പോക്കൺ ഇംഗ്ലീഷിൽ പോയിട്ട് വരുമോ? അവർക്ക് തമ്മിൽ ആകെ ഒരു ഡിസ്കഷനായി. ഇനി ഏകാന്ത ചന്ദ്രികേ പാടി വളയ്ക്കേണ്ടി വരുമോന്ന്. അങ്ങനെ ഇരിക്കെ നാടൻപൂച്ചയോട് കൂട്ടുകൂടിയ പേർഷ്യൻകാരി ആകെ അങ്ങ് വഴിതെറ്റി പോകാൻ തോന്നി. ഒരു ഡിങ്കോൾഫിക്ക് ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഞാൻ പേർഷ്യക്കാരിക്ക് വേണ്ടി ഒരു പേർഷ്യൻ സായിപ്പിനെ കണ്ടെത്താൻ തീരുമാനിച്ചു. അപ്പൊ അമ്മ കുറച്ച് കണ്ടീഷൻസ് എടുത്തുവാണേ. നല്ല പാലിന്റെ കളറായിരിക്കണം, നല്ല പൂച്ചക്കണ്ണായിരിക്കണം, പിന്നെ നല്ല നീളവും വലിപ്പം ഉണ്ടായിരിക്കണം. പാലിനാട്ടോ ഉദ്ദേശിച്ചേ. അങ്ങനെ ഒരു പേർഷ്യൻ സായിപ്പിനെ പുള്ളിക്കാരിക്ക് വേണ്ടി കണ്ടെത്തി. അങ്ങനെ ഞാൻ ക്യൂട്ടീനെ ആയിട്ട് കൊണ്ടാക്കി കഴിഞ്ഞ് ലവ് അറ്റ് ഫസ്റ്റ് നൈറ്റ് എന്ന് പറയാലോ. അവരമ്മ ഡിങ്കോൾഫിയായി, ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞു, കാര്യമൊക്കെ സാധിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ക്യൂട്ടി വിശേഷം അറിയിച്ചു. അങ്ങനെ ഇരിക്കെ പ്രഗ്നന്റ് ആയ സമയത്ത് ഞാൻ ഡോക്ടറെ അടുത്ത് ക്യൂട്ടീനെ കൂട്ടി പോയി. ക്യൂട്ടീനെ പോയി കൂട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് സ്കാനിങ് റിപ്പോർട്ട് കണ്ടപ്പോൾ ഡോക്ടർ പറയാ, ഋതു കൺഗ്രാജുലേഷൻസ്, ട്രിപ്ലറ്റ്സ് ആണ്. ഞാൻ ആ സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് റീൽസിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു, വെയിറ്റിംഗ് ഫോർ ന്യൂ ബേബീസ്. കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ആശംസകളുടെ പ്രവാഹമായിരുന്നു. എന്നാന്നറിയാമോ? ഒരു ലോഡ് കൺഗ്രാജുലേഷൻസ്. അടുത്തത് റെസ്റ്റ് ചെയ്യണം, ഓടരുത്, ചാടരുത്, ബൈക്കിൽ സഞ്ചരിക്കരുത്, ബസ്സിന്റെ ഫ്രണ്ട് സീറ്റ് ഇരിക്കരുത്, എരിവുള്ള ആഹാരം കഴിക്കരുത്. ഇതൊക്കെ ഞാൻ ഇവിടെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനും നിങ്ങൾ തന്നെ പറ. അങ്ങനെ കുഞ്ഞുങ്ങളുടെ വരവായി. കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫോറിൻ സായിപ്പിന്റെ കട്ടൊന്നുമില്ല, എന്തോ ചരി നടന്നിട്ടുണ്ട്. അതെന്താന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. Once upon a time